35-ാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലെ. 35-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 35-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞു അർജുനന്റെ സംശയത്തിനുള്ള മറുപടി പറയുകയായിരുന്നു അല്ലെ. അർജുനന്റെ സംശയം സാധാരണ ആളുകളുടെ മനുഷ്യ മനസ്സിന് ഇങ്ങനെയൊക്കെ ഈ യോഗം പറയുന്ന ആ ഒരു അവസ്ഥ, സമദർശനം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കുമോ എന്ന് അർജുനൻ സംശയിച്ചു വെക്കണം. അപ്പൊ അതിന് മറുപടി പറയാൻ തുടങ്ങുകയാണ് ഭഗവാൻ. ഭഗവാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറ്റും, പക്ഷെ എന്ത് വേണം? അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും. അഭ്യാസവും വേണം, വൈരാഗ്യം വേണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ബ്രഹ്മാനുഭവം അല്ലെ, ആ യോഗാവസ്ഥ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പൊ അഭ്യാസവും വളരെ പ്രധാനമാണ്, വൈരാഗ്യം പ്രധാനം. അഭ്യാസം ദൃഢമാവണമെങ്കിൽ വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള വിഷയങ്ങളിൽ നിന്ന് തിരിച്ചു വരലാണ് വൈരാഗ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ വൈരാഗ്യം വരാത്തിടത്തോളം കാലം മനസ്സ് വിഷയങ്ങളുടെ പിന്നാലെ അതിലിങ്ങനെ പറ്റിക്കൂടിക്കൊണ്ടിരിക്കും. കണ്ണിന് കാണണം, കാതിന് കേൾക്കണം അല്ലെ, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് അതാത് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഉള്ളിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പൊ തുടർന്ന് അഭ്യാസം കൂടെ ഉണ്ടാവുമ്പോൾ അത് ദൃഢമാവും, അത് യോഗം പ്രാപിക്കാൻ കഴിയുന്നതാണ്. ഇനി ഈ എന്താണ് ഈ ഉപായങ്ങൾ അല്ലെ, ഇത് രണ്ട് ഉപായങ്ങൾ പറഞ്ഞു. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ബ്രഹ്മാനുഭവം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഈ ഉപായങ്ങളെ ആശ്രയിച്ച് ഇത് ഉപയോഗിച്ച് ഇങ്ങനെ അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും മനസ്സിനെ ജയിക്കാൻ പറ്റാത്ത ആൾക്ക്, മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കാത്ത ആൾക്ക് എന്താ സംഭവിക്കുക? അവർക്ക് യോഗം സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഭഗവാൻ അടുത്ത ശ്ലോകത്തില് അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് 36-ാമത്തെ ശ്ലോകം ചൊല്ലി. അസംയദാത്മനാ യോഗഃ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യദദാ ശക്യോ വാപ്തുമുപായതഃ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു 36-ാമത്തെ ശ്ലോകം. അസംയദാത്മനാ യോഗഃ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാ തു യദദാ ശക്യോ വാപ്തുമുപായതഃ. ഭഗവാൻ മറുപടി തുടരുകയാണ്. എന്താണ്? ഇപ്പോ അഭ്യാസം കൊണ്ടും അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും മനസ്സിനെ നിയന്ത്രിക്കാത്ത ആളുകൾക്ക്, മനസ്സിനെ വശപ്പെടുത്താത്ത ആൾക്ക് ബ്രഹ്മാനുഭവം നേടുക എളുപ്പമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നത് തന്റെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക്, അഭ്യാസവും വൈരാഗ്യവും ഇല്ലാത്ത ആൾക്ക് ബ്രഹ്മാനുഭവം നേടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നു ഭഗവാൻ. നേരെ മറിച്ച് അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ച ആൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള സവികൽപ്പ, നിർവികൽപ്പ ആ യോഗങ്ങൾ, ആ സമാധി അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. എന്താണ്? പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ, സർവത്ര സമദർശനം എന്നുള്ള ആ യോഗം നേടാൻ സാധിക്കും, അത് പ്രാപിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് പറയാം. അപ്പൊ ഇത് വേണം, അഭ്യാസ വൈരാഗ്യങ്ങള് കുറെ കാലം പരിശീലിക്കണം അല്ലെ. അത് പെട്ടെന്ന് സാധിച്ചോളണമെന്നില്ല, പെട്ടെന്ന് ഫലവത്തായിക്കൊള്ളണമെന്നില്ല. അതാണ് പതഞ്ജലി മഹർഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നലെ സൂചിപ്പിച്ചത് അല്ല. അഭ്യാസം എത്ര കാലം? സതുദീർഘകാലം, നിരന്തരമായിട്ട് കുറെ കാലം ചെയ്യണം അഭ്യാസം, വൈരാഗ്യം. അങ്ങനെ കുറെ കാലം പരിശീലിച്ച് മനസ്സിനെ നമ്മൾ പിടിയിലൊതുക്കണം. അപ്പൊ മനസ്സിനെ പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് സമാധി അനുഭവത്തിന് പാകത വരും ആ മനസ്സിന് എന്നാണ് പറയുന്നത്. ഏകാന്ത ധ്യാന സമയത്ത്, നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് സമാധി അനുഭവത്തിന് അത് തയ്യാറായി കിട്ടും. മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നിയന്ത്രിക്കുക പറഞ്ഞാൽ പുറമേക്ക് ഓടിപ്പോകുന്നതെന്ന് തിരിച്ചു കൊണ്ടുവരിക. അപ്പോ എന്താണ്? ചിത്തപ്രസാദം നേടുക, അതേപോലെ സവികൽപ്പ സമാധി, ഇതൊക്കെ അനുഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ കാലം കൊണ്ട് അത് പാകമാവും, നിർവികൽപ്പ സമാധിക്ക് യോഗ്യതയുള്ളതായി തീരും എന്നാണ് പറയുന്നത്. കുറെ കാലം അങ്ങനെ അഭ്യസിക്കുന്ന സമയത്ത് നിർവികൽപ്പ സമാധിക്ക് അത് യോഗ്യതയുള്ളതായി തീരും ഈ മനസ്സ്. ഇനി ആ നിർവികൽപ്പ സമാധി അവസ്ഥ എന്ന് പറയുന്നത് ആ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ, നിരന്തരമായ ബ്രഹ്മനിഷ്ഠ, എല്ലാ സമയത്തും ആ ബ്രഹ്മനിഷ്ഠ
ആ അനുഭവത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അതാണ് സർവത്ര സമദർശനം. അപ്പൊ നിർവികൽപ്പ, അപ്പൊ നേരത്തെ പറഞ്ഞു ധ്യാനയോഗം, ധ്യാനത്തിലൂടെ സവികൽപ്പ സമാധി എന്ന് പറഞ്ഞ അവസ്ഥ. ദെൻ അതിന്റെ അടുത്ത സ്റ്റേജാണ് നിർവികൽപ്പ സമാധി അവസ്ഥ. ദെൻ തുടർന്ന് സമദർശനം, സർവത്ര സമദർശനം, എല്ലായിടത്തും എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണുന്ന അവസ്ഥ, ഒരേപോലെ കാണുന്ന അവസ്ഥ. അതാണ് നിരന്തരമായ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ എപ്പോഴും ബ്രഹ്മനിഷ്ഠ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പോ ഇതിനൊക്കെ ഇപ്പൊ എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അല്ലേ? അല്ല സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ എനിക്ക് അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ഇത് ശരിയാവുമോ, ഇത് അനുഭവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ സാധിക്കും, പറയാൻ പറ്റില്ല. നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം ആ പാകത വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് ചിലപ്പോൾ സംഗതി നടക്കും. പക്ഷെ അത് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല, എത്ര കാലം എടുക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഓരോരുത്തരും സഞ്ചരിച്ചു വെച്ചിട്ടുള്ള, സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കർമ്മവാസന എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ കർമ്മവാസന എത്രത്തോളം, അതിന്റെ അളവ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് അഭ്യാസം കൂടേണ്ടി വരും, കാലയളവും കൂടും. അപ്പൊ ഒന്ന് അതാണ് കർമ്മവാസന എത്രത്തോളം ഇനി ബാക്കിയുണ്ട്, അതിന്റെ അളവ് എത്രത്തോളം ഉണ്ട്. പിന്നെയോ അതിനെ ക്ഷയിപ്പിക്കാനുള്ള പ്രയത്നം, അതിന്റെ കമ്മിറ്റ്മെന്റ്, അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ കാലയളവിൽ വ്യത്യാസം വരിക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഉള്ളില് ഇപ്പോ ആ കർമ്മവാസനയുടെ അളവ് വളരെയധികം ഉണ്ടെങ്കിലും നമ്മൾ കമ്മിറ്റ്മെന്റോടുകൂടി, അല്ലെ, ദൃഢനിശ്ചയത്തോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി ആ വാസനകളെ ക്ഷയിപ്പിക്കാനുള്ള യത്നം നമ്മൾ ചെയ്യണമെങ്കിൽ അപ്പോ അത് വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ ഈ യത്നത്തിനധികം പ്രാധാന്യം കൊടുക്കാറില്ല, അല്ല, ഈ ഒരു പ്രയത്നം നമ്മൾ അത്രയ്ക്ക് ശക്തമായിട്ട് ചെയ്യാറില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ അതിനനുസരിച്ചാണ് ഇതിന്റെ കാലയളവ് എടുക്കുക എന്നാണ് പറയുന്നത്, സമയം എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രയത്നിച്ചാലും, നമ്മൾ അഭ്യാസവും വൈരാഗ്യവും എല്ലാം ഉണ്ടെങ്കിലും ഇതിനെല്ലാം അപ്പുറത്ത് ആ സമർപ്പണ മനോഭാവം കൂടി വേണം എന്നാണ് പറയുന്നത്. സറണ്ടർ, അല്ലെ? ആ സമർപ്പണ മനോഭാവം ഉണ്ടാവുന്ന സമയത്ത് ഈശ്വര കാരുണ്യം ഉണ്ടാവും. ആ ഈശ്വര കാരുണ്യമാണ് പിന്നെ എല്ലാം സാധ്യമാക്കി തീർക്കുന്നത് എന്നാണ് പറയുന്നത്. അവസാനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, നിരന്തരമായ ബ്രഹ്മനിഷ്ഠ, സർവത്ര സമദർശനം, അത് ഈശ്വര കാരുണ്യം കൊണ്ടേ വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വര കാരുണ്യം എങ്ങനെയാണ് വരിക ചോദിച്ചു കഴിഞ്ഞാൽ സറണ്ടർ. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം, അല്ലാതെ നമ്മൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഞാൻ അഭ്യാസം ചെയ്തില്ലേ കുറെ കാലം, എനിക്ക് വൈരാഗ്യമുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല ചോദിക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ പണിയെടുത്ത് കാശുണ്ടാക്കണ മാതിരിയല്ല ഇത്. ഒരു മാസം മുഴുവൻ അധ്വാനിച്ച് നമ്മൾ ശമ്പളം ചോദിക്കുന്ന പോലെയല്ല. ഇവിടെ ശമ്പളം ചോദിക്കാൻ പറ്റില്ല, നമ്മൾ അധ്വാനിക്കുക, അത്രേ ഉള്ളൂ. അധ്വാനിക്കുക, എന്തായാലും വിട്ടുകൊടുക്കുക. ശമ്പളം നമ്മൾ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടുകൊടുക്കാം. അങ്ങനെ ആ സറണ്ടർ, ആ സമർപ്പണം, എല്ലാം വിട്ടുകൊടുക്കുന്ന മനോഭാവം ഉണ്ടാവുക, ആ ഒരു ബുദ്ധി ഉണ്ടാവുമ്പോഴാണ് ഈശ്വര കാരുണ്യം ഉണ്ടാവുക. ആ ഈശ്വര കാരുണ്യമാണ് പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുക എന്നാണ് പറയുന്നത്. ഇനി ആ യോഗം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് നേടും എന്ന് വിചാരിക്കുക. പക്ഷേ അത് ഒരാൾക്ക് എപ്പോഴാണ് നേടാൻ സാധിക്കുക, ഈ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റുക എന്ന് ഒരാൾക്ക് തീർത്ത് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ യോഗസിദ്ധി നേടാനായിട്ട് പ്രയത്നിക്കുന്ന ഒരാള് പ്രധാനമായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട, വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ലോക സുഖങ്ങളൊക്കെ അതിനോടൊന്നും താല്പര്യമില്ലാതെ. അപ്പൊ ഈ വൈരാഗ്യം ഉണ്ടായി എന്ന് വിചാരിക്കുക, ലോക സുഖങ്ങളെയൊക്കെ നീക്കം ചെയ്തു, അതിനോടുള്ള താല്പര്യമെല്ലാം നീക്കി യോഗം അഭ്യസിക്കാനായിട്ട് തുടങ്ങി. ഇനി ഈ ജന്മത്തില് അഭ്യാസവും തുടങ്ങി, വൈരാഗ്യം ഉണ്ടായി എന്ന് വിചാരിക്കുക. പക്ഷെ ഈ ജന്മത്തില് ആ ലക്ഷ്യത്തിലെത്തിയില്ല, യോഗം ഫലിച്ചില്ല എന്ന് വിചാരിക്കുക, അല്ലെ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്, നമ്മൾ എപ്പോഴും പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇരുന്നിരിപ്പ് ചിലപ്പോൾ പോകും. അപ്പോഴായിരിക്കും അതിന്റെ തലയിൽ വിചാരിക്കുക, അല്ലെങ്കിൽ അന്ന് രാവിലെ ആയിരിക്കും നമ്മൾ ഈ രണ്ട് പരിപാടിയും തുടങ്ങിയിട്ടുണ്ടാവുക. അഭ്യസിക്കാൻ തുടങ്ങി, വൈരാഗ്യം തുടങ്ങി, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആള് പോയി. എന്നാൽ പൂർത്തിയാക്കാൻ പറ്റിയില്ല, ഈ ജന്മത്തിൽ യോഗം ഫലിച്ചില്ല. അപ്പൊ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളതാണ് അടുത്ത സംശയം ഭഗവാൻ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അർജുനന്റെ ഉള്ളിൽ വരുന്ന ഒരു സംശയമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അഭ്യാസവും വൈരാഗ്യവും ഒക്കെ ചെയ്തു, അതെല്ലാം ഉണ്ടായി. പക്ഷേ ഈ ജന്മത്തില് അദ്ദേഹത്തിന് സർവത്ര സമദർശനം അല്ലെങ്കിൽ നിരന്തരമായ ബ്രഹ്മനിഷ്ഠ അത് നേടാനായിട്ട് സാധിച്ചില്ല.
അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായിരിക്കും അവസ്ഥ? കാരണം ഇവിടുന്ന് വിടുകയും ചെയ്തു, അവിടെ എത്തിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. അല്ല, വൈരാഗ്യം വന്നോ, ഈ ഇഹലോകത്തു നിന്നൊക്കെ വിട്ടു, പക്ഷെ അപ്പുറത്ത് എത്തിയിട്ടില്ല, ഇടയിൽ കിടക്കുമല്ലോ. അപ്പൊ അവർക്ക് എന്താണ് അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. കാരണം വൈരാഗ്യമുള്ളത് കാരണം ലോകസുഖങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് യോഗം ഫലിച്ചതുമില്ല. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അങ്ങനെയുള്ളവരുടെ ജീവിതം ധന്യതയില്ലാത്തതാവില്ല, അധന്യമാവില്ലേ എന്നാണ് അർജുനന്റെ സംശയം. അപ്പൊ ഈ സംശയമാണ് അർജുനൻ ഈ ഭഗവാനോട് ചോദിക്കാൻ പോകുന്നത്. 37-ാമത്തെ ശ്ലോകം. അർജുന ഉവാച. അയതി ശ്രദ്ധയോപേതോ യോഗാച്ഛലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അർജുനൻ ഭഗവാനോട് തന്റെ സംശയം മുന്നിൽ വെക്കുകയാണ്. അയതി ശ്രദ്ധയോപേത യോഗാച്ഛലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അതിൽ ഏത് വഴിക്കാ പോവാന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് എന്ത് സംഭവിക്കും? കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഇപ്പോ മനസ്സ് പൂർണ്ണമായിട്ട് കീഴടക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണനോട് ചോദിക്കുകയാണ്, മനസ്സിനെ പൂർണ്ണമായിട്ട് കീഴടക്കാൻ എന്നാൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്, പാതയിലാണ്, സാധകനാണ്. നമ്മളൊക്കെ അവസ്ഥ ഏതാണ്? മനസ്സ് പൂർണ്ണമായിട്ട് കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഗുരുവിന്റെ വാക്കില്, സത്യത്തില് അങ്ങേയറ്റം വിശ്വാസമുണ്ട്. യോഗം അഭ്യസിച്ചു, പക്ഷേ കർമ്മവാസനയൊന്നും അവസാനിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആത്മാനുഭവം നേടാൻ സാധിച്ചില്ല. ആത്മാനുഭവം നേടണമെങ്കിൽ കർമ്മവാസനകൾ അവസാനിക്കണം. അപ്പൊ ആ ആത്മാനുഭൂതി അല്ലെങ്കിൽ ആത്മനിഷ്ഠ അതിന് സാധിച്ചില്ല. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് മനസ്സ് വിഷയങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, വിഷയങ്ങളിൽ മോഹിച്ചു പോകാനിടയായാൽ, അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, ഈ പാതയിൽ വന്നു കഴിഞ്ഞാലും ചിലപ്പോ വിഷയങ്ങളിൽ പെട്ടുപോകും. നേരത്തെ ചെയ്തു, അഭ്യാസമൊക്കെ ചെയ്തു, യോഗാഭ്യാസം എല്ലാം ചെയ്തു, പക്ഷെ എന്നിട്ടും അറിയാതെ പെട്ടെന്ന് അതിന് സംഭവിക്കാം. അറിയാതെ പെട്ടെന്ന് സംഭവിച്ചു, വിഷയങ്ങളിൽ മോഹിച്ചുപോയി, അതിനകത്ത് പെട്ടുപോയി. അങ്ങനെ ആവുമ്പോൾ യോഗത്തിന്റെ അങ്ങേയറ്റത്തെ ഫലം എന്നൊരു ബ്രഹ്മാനന്ദമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊന്ന് വിടുകയും ചെയ്തു, അങ്ങോട്ട് എത്തിയില്ല. അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും അവസ്ഥ? ഏത് സ്ഥിതിയായിരിക്കും, എന്താണ് അവരുടെ അവസ്ഥ എന്ന് ചോദിക്കുന്നത്. അതാണ് യോഗ ചലിത മനസ്സാണ്. യോഗ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ചലിച്ചുപോയി മനസ്സ്. അപ്പൊ അവർക്ക് ഗുരു പറയുന്ന കാര്യങ്ങൾ, ഗുരുവിനോട് വിശ്വാസമുണ്ട്, ഗുരുവാക്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. സത്യം എന്താണെന്നുള്ളത് ബുദ്ധിയിൽ ഉറച്ചു കഴിഞ്ഞു, അതിൽ യാതൊരു സംശയമില്ല. സർവം ബ്രഹ്മമയം, അത് ബുദ്ധിയുടെ സിദ്ധാന്തപരമായിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞു, അതിന് യാതൊരു സംശയമില്ല, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇവിടെ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം, കോൺഷ്യസ്നസ്, അതാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് ബുദ്ധിയുടെ തലത്തിൽ തെളിഞ്ഞു. അപ്പോ ഇനി അത് യുക്തിക്ക് ബോധ്യമായി. അപ്പൊ ഇനി ആ സത്യത്തെ അനുഭവിച്ചറിയ വേണ്ടു. ബുദ്ധിയുടെ തലത്തിലാണ് ആദ്യം വരേണ്ടത്. കാര്യം അതാണ്, ഗുരുവിന്റെ ഉപദേശത്തോടുകൂടി ആ ഗുരു ഉപദേശത്തിലെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ബുദ്ധിയുടെ തലത്തിൽ അത് ഉറക്കി. ഇപ്പൊ ഇതാണ് സത്യം എന്നുള്ളത് ബുദ്ധിയുടെ തലത്തിൽ ഉറക്കും. പക്ഷേ ആ ബുദ്ധിക്ക് ബോധ്യമായിട്ടുള്ള ആ സത്യം അനുഭവിച്ചറിയണമെങ്കിൽ അഭ്യാസ വൈരാഗ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി അഭ്യാസ വൈരാഗ്യങ്ങളുടെ കൂടെ യോഗ പരിശീലനം തുടങ്ങി. പക്ഷേ കർമ്മവാസനകൾ ഒരുപാട് ഇരിക്കുക, അത് കൂടുതലായിട്ടിരിക്കുന്നുണ്ട്, അത് കുറയുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ജന്മത്തില് മനസ്സ് പൂർണ്ണമായും വശത്താക്കാൻ സാധിച്ചില്ല മനസ്സിനെ. എന്ന് മാത്രമല്ല, വാസനകൾ മുഴുവൻ നീക്കം ചെയ്യപ്പെടുമ്പോ ഉണ്ടാവുന്ന ഒരു ചിത്തപ്രസാദം അതും കിട്ടിയില്ല. വാസനകൾ മുഴുവൻ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ധ്യാനത്തില് ആ ഒരു ചിത്തപ്രസാദം അനുഭവിക്കും, അതും നേടാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഇടയ്ക്കൊക്കെ മനസ്സ് വിഷയങ്ങളിൽ പെട്ടുപോകാനും ഇടവന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ യോഗാഭ്യാസത്തിൽ ഏർപ്പെട്ടു, യോഗത്തിന്റെ ഫലമായ ആ ബ്രഹ്മനിഷ്ഠ അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തി സാധിക്കാത്ത ആളുടെ പിന്നീടുള്ള ഗതി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അവരുടെ അവസ്ഥ എന്താണ്? എന്താണ് അർജുനന്റെ സംശയം. അപ്പോ അർജുനൻ തന്റെ സംശയത്തില് ഉണ്ടാകുന്ന തന്റെ ആശങ്ക അത് ഒന്നുകൂടി വിശദമാക്കാൻ അടുത്ത ശ്ലോകത്തില് ആ കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഭഗവാൻ പിന്നെ മറുപടി പറയാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ 38-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഇതിനെ ഒന്നുകൂടി ഉറപ്പിക്കണം ഈ സംശയം. അപ്പൊ അത് ചൊല്ലിക്കോളൂ. 38-ാമത്തെ ശ്ലോകം.
കച്ചിന്നോ ഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണ പഥി. എന്ന സംശയം ഒന്നുകൂടി വിശദമാക്കണോ അർജുനൻ? കച്ചിന്നോ ഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണ പതി. കൃഷ്ണനോട് ചോദിക്കണം, അല്ലയോ കൃഷ്ണ മഹാബാഹോ, കൃഷ്ണനെ അങ്ങോട്ടും അഡ്രസ് ചെയ്യുന്നത് മഹാബാഹോ, ധീരനായ അല്ലയോ കൃഷ്ണ. അപ്പൊ ഇവര് അങ്ങനെ യോഗത്തിൽ എത്താനായിട്ട് പറ്റില്ല. അപ്പൊ ഇവര് യോഗഭ്രഷ്ടൻ എന്നാണ് പറയുക, യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി പോയി. പക്ഷെ ജിജ്ഞാസുവാണ്. അപ്പൊ അങ്ങനെ യോഗഭ്രഷ്ടനായ ജിജ്ഞാസു ഈ സത്യാന്വേഷണ മാർഗത്തില് അല്ലെങ്കിൽ ബ്രഹ്മാന്വേഷണ ഈ മാർഗത്തില് ഒന്നും അറിയാൻ പറ്റിയില്ല, ഒരു ഉറപ്പും വരാതെ ലൗകിക ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ പൂർണ്ണമായതുമില്ല. അപ്പൊ രണ്ടിൽ നിന്നും വീണുപോയ അവസ്ഥയാണ്. ഇപ്പോ മേഘങ്ങള് കാറ്റില് പെട്ട് മേഘം അങ്ങനെ ഇടതർന്ന് നിൽക്കുന്നുണ്ടാവും. അതിൽ കാറ്റ് വീശി കഴിഞ്ഞാൽ ആ മേഘമൊക്കെ ഛിന്ന ഭിന്നമായി പോകും. അപ്പൊ മേഘം ഛിന്ന ഭിന്നമായി പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അത് നശിച്ചു പോകും മേഘം. അതേപോലെ ആവില്ലേ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് ചോദിക്കണം ഒന്നുകൂടി. അർജുനന്റെ ആശങ്ക അതാണ്. അങ്ങനെ ആവില്ലേ അവരുടെ അവസ്ഥ, അതാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് മേഘങ്ങളുടെ കാര്യം പറയാണ്? ഇവിടെ ഉഭയവിഭ്രഷ്ട എന്ന് പറയാൻ, രണ്ടിൽ നിന്നും ഭ്രഷ്ടനായി പോയി. ഏതാണ് രണ്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ലൗകിക സുഖങ്ങളിൽ നിന്ന്, വൈരാഗ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ലൗകിക സുഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു, അല്ലെ? പിന്നെ ആ ശ്രേയസ് അതിനെ പൂർണ്ണമാക്കാനും സാധിച്ചില്ല. അതാണ് രണ്ടെന്നും പുറത്തു വരും. അപ്പോ രണ്ട് രീതിയിൽ നമുക്കൊക്കെ ജീവിക്കാം, അല്ലെ? ജീവിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട്. രണ്ട് രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്നെങ്ങനെയാണ്? നമ്മളുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ഈ ലൗകിക ജീവിതം നയിക്കുമ്പോൾ തന്നെ, ഇതൊക്കെ പ്രാരബ്ധമാണ്, നമ്മളിപ്പോ ചെയ്യുന്നത് പ്രാരബ്ധമാണ്. അപ്പൊ ഈ പ്രാരബ്ധ കർമ്മം അല്ലെങ്കിൽ ലൗകിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യോഗം അഭ്യസിക്കുക, യോഗം അഭ്യസിച്ച് ആ ബ്രഹ്മ പ്രാപ്തി നേടുക. ഇതാണ് ഒരു മാർഗം. ഒന്നാമത്തെ മാർഗം ഒരു ജീവിത രീതി എന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിതം, നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച്, അല്ല, ജോലിക്ക് പോവുക, കുടുംബം നോക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒപ്പം യോഗം അഭ്യസിക്കുക, ബ്രഹ്മപ്രാപ്തി നേടുക, ഈശ്വര സാക്ഷാത്കാരം നേടുക. അങ്ങനെ ചെയ്യാം, അതൊരു മാർഗം. അതല്ലെങ്കിലോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ലൗകിക സുഖങ്ങളിലും മുഴുകി ലൗകിക ജീവിതം നയിച്ച് അവസാനം വരെ അങ്ങോട്ട് പോകാൻ മുന്നോട്ട്. ഇങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ട്, അല്ലെ? ഭൂരിഭാഗം ആളുകൾ ഈ രണ്ടാമത്തെ പറഞ്ഞ കാര്യമാണ് ചെയ്യുന്നത്. അവര് ലൗകിക ജീവിതം നയിച്ച് അവസാനം അങ്ങനെ മരിച്ചു പോവുകയാണ് ആളുകൾ, ലോകസുഖങ്ങളിൽ മുഴുകിയിട്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ആളുകൾക്ക് ജീവിക്കാം. അപ്പോ ഈ രണ്ട് തരം ജീവിതമാണ് ഒരു വ്യക്തിയുടെ മുന്നിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനാണ് നിവൃത്തി മാർഗം അല്ലെങ്കിൽ ശ്രേയസ് അല്ലെങ്കിൽ പ്രവൃത്തി മാർഗം. ഇതിനെക്കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചു. ശ്രേയസ്സും പ്രേയസ്സും, ഇതാണ് രണ്ട് മാർഗങ്ങൾ. ശ്രേയസ്, നിവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് ലൗകിക ജീവിതം നയിക്കുമ്പോൾ തന്നെ യോഗം അഭ്യസിച്ച് ബ്രഹ്മപ്രാപ്തി നേടുക. അതാണ് ശ്രേയോ മാർഗം എന്ന്, നിവൃത്തി മാർഗം അല്ലെങ്കിൽ ശ്രേയോ മാർഗം എന്നതിനാണ് പറയുന്നത്. രണ്ടാമത്തെ മാർഗം എന്ന് ലോകസുഖങ്ങളൊക്കെ അനുഭവിച്ച്, അല്ലെ, അതിൽ മാത്രം മുഴുകി അങ്ങനെ മരിക്കുക. അതാണ് പ്രേയസ് എന്ന് പറയുന്നത്. അപ്പോ ഈ നിവൃത്തി മാർഗം അല്ലെങ്കിൽ ശ്രേയോ മാർഗം സ്വീകരിക്കുന്ന ഒരാളുടെ മുന്നോട്ടുള്ള ഗതിക്കുള്ള ഉപായങ്ങളാണ് അഭ്യാസവും വൈരാഗ്യം, യോഗാഭ്യാസവും വൈരാഗ്യം, ശ്രേയോ മാർഗത്തിൽ പോകുന്ന ആളുകളിൽ. അപ്പൊ ഈ മാർഗം സ്വീകരിക്കുന്ന ആൾക്ക് പ്രവൃത്തി മാർഗത്തില് അല്ലെങ്കിൽ പ്രേയോ മാർഗത്തില് സുഖം മുഴുവൻ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അഭ്യാസം വൈരാഗ്യത്തിലാണ് അവർ ശ്രദ്ധ വയ്ക്കുന്നത്, അതാണ് പ്രാക്ടീസ്. അപ്പൊ അതിലേക്ക് ശ്രദ്ധ വയ്ക്കുമ്പോൾ പ്രേയോ മാർഗത്തിൽ നിന്ന് വിട്ടുപോകും, അല്ലെ? അതിൽ നിന്ന് വീണു പോകും, വഴുതി പോകും. ഇനി ശ്രേയോ മാർഗത്തില് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് അനുഭവിക്കേണ്ട, അതിൽ നിന്ന് കിട്ടേണ്ട ആത്മസുഖം എന്ന് പറയുന്നത് അഭ്യാസം പാകമാകുമ്പോൾ വന്ന് കിട്ടേണ്ടതാണ്, അല്ലെ? അഭ്യാസം ഒരറ്റത്തെത്തും, ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ആത്മസുഖം കിട്ടുള്ളൂ.
അപ്പൊ ഈ അഭ്യാസം എങ്ങനെയാണ് പാകമാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർമ്മവാസനയുടെ അളവനുസരിച്ചാണ്. കർമ്മവാസന കൂടുതലാണോ കുറവോ അനുസരിച്ചാണ് അഭ്യാസം പാകപ്പെടുക. അതിനുള്ള കാലയളവ് എടുക്കുന്നത്. അപ്പൊ ആ സന്ദർഭത്തില് ഈ ജന്മത്തില് കർമ്മവാസനകള് വേണ്ട പോലെ ക്ഷയിച്ചു കിട്ടിയില്ല, ആത്മസുഖം കിട്ടിയിട്ടില്ല. അപ്പൊ ശ്രേയോമാർഗത്തിൽ ഉറപ്പു വന്നിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. ഇപ്പോ ആകാശത്തില് ഉണ്ടായിരുന്ന ഒരു മേഘക്കൂട്ടം, അത് കാറ്റ് വീശുക, ശക്തമായ കാറ്റ് വീശുകയും ആ മേഘങ്ങളൊക്കെ ചിന്നിച്ചെതറിക്കും, ചിന്നിച്ചെതറി നശിക്കും എന്നാണ് അർജുനൻ സൂചിപ്പിച്ചത്. അതുപോലെയാണോ യോഗഭ്രഷ്ടന്റെ ജീവിതം എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ് ഈ മേഘം ചിന്നിച്ചെതിരെ നശിക്കുക എന്ന് പറയാൻ എന്താ കാരണം? കാരണം ഇതാണ്, കാറ്റിൽ പെട്ടുകഴിഞ്ഞാൽ ആ മേഘം ചിന്നിച്ചെതറി പോകും. അതിന് ആകാശത്ത് നിന്ന് മഴയായിട്ട് ആകാശത്ത് നിൽക്കാൻ പറ്റില്ല, അതിങ്ങനെ പാറിപ്പോവുകയാണ്, പല വഴിക്കായിട്ട് പാറിപ്പോവും കാറ്റിൽ പെട്ട് കഴിഞ്ഞാൽ. അതിന് സാധിക്കില്ല. അപ്പൊ ഒരു ഭാഗത്ത് നിൽക്കാനും പറ്റില്ല, പിന്നെയോ മഴ പെയ്തിട്ട് ഭൂമിക്ക് പ്രയോജനം ചെയ്യാനും പറ്റുന്നില്ല. അതാണ് നശിച്ചു പോകും, മേഘങ്ങൾ നശിച്ചു പോകും പറയാൻ കാരണം. അപ്പൊ അതേപോലെ തന്നെയല്ലേ ഈ യോഗഭ്രഷ്ടൻ, യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി പോയ ആ വ്യക്തി ശ്രേയോമാർഗത്തില് വിജയം നേടിയില്ല, അതിൽ പരാജയമാണ്. അതേസമയം ലൗകിക ജീവിതത്തിലെ പ്രയോഗമാർഗത്തിലും ഒരുപോലെ പരാജയപ്പെടുവോ? ഇതായിരുന്നു അർജുനന്റെ സംശയം. കാരണം രണ്ടും ഇല്ലാത്ത അവസ്ഥയാവില്ലേ എന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പൊ ഇവിടെ അർജുനൻ ഭഗവാനോട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. കാരണം അർജുനൻ ഭഗവാനെ ഈ സത്യാന്വേഷണ മാർഗത്തിൽ തന്റെ ഗുരുവായി അംഗീകരിച്ചു കഴിഞ്ഞു, നേരത്തെ അംഗീകരിച്ചു. അങ്ങനെയാണ് ഉപദേശം തുടങ്ങിയത്. അപ്പൊ ആ കൃഷ്ണന്റെ, ഇത് മാത്രമല്ല കൃഷ്ണന്റെ കഴിവ് അർജുനന് ഇപ്പൊ നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണനല്ലാതെ ഈ സംശയത്തിന് നിവൃത്തി വരുത്താൻ വേറെ ആരെയും കാണാനില്ല എന്ന് അർജുനൻ തുറന്ന് സമ്മതിക്കുക. അടുത്ത ശ്ലോകത്തിൽ പറയാണ്, എന്റെ ഈ സംശയം തീർത്തു തരാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല എന്ന് ഭഗവാനോട് പറയണം. അത് നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്കിട്ടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ശരീരം നിശ്ചലമായിരിക്കുന്നു, മനസ്സും നിശ്ചലമാകുന്നത് നിരീക്ഷിക്കൂ. ഓം സം സമിഭ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോവശൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംഭൗമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി. നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം.
സാവകാശം പുറത്തേക്ക് വിടാം. ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.